അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അയ്ഹത്തുല്ലാം കൈഫ ഹാലുക്കും ബിഖൈർ അൽഹംദുലില്ലാ മർഹബൻ ബിക്കും ഇല സഫിൽ ഖാമിസ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ എടുത്തിരുന്നത് പേജ് നമ്പർ 26 വരെയുള്ള ഭാഗമായിരുന്നു. അതായത് രണ്ടാമത്തെ യൂണിറ്റിൻ്റെ അതിൻ്റെ തുടക്കത്തിലുള്ള ഒരു ചിത്രം, റിസാലത്തു സൂറ, ചിത്രത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അവസാനമായിട്ട് എടുത്തിരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ എടുക്കാനുള്ളത് അതിലൊന്നാമത്തെ ദർസ് യൗമുൻ സഈദുൻ എന്ന ഒരു വിവരണമാണ്. ആ വിവരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പാഠത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റിൻ്റെ ഉത്തരം കൂടെ ഞാനിതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ അയച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ മൻ അൻതി എന്ന് സാലിമയോട് ചോദിക്കുമ്പോഴുള്ള ചോദ്യങ്ങളിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. മൻ അൻതി, സാലിമ അന സാലിമ, ഉത്തരത്തിൽ മാറ്റല്ല ഹാമിദ്. ഇവിടെ അ അൻത വഹീദുൻ എന്നാണ് സാലിമിനോട് ചോദിച്ചത്. ഇവിടെ അ അൻതി വഹീദ, രണ്ട് മാറ്റങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ സാലിമ നഅം, ഉത്തരം അതേപോലെ തന്നെയാണ്. പിന്നെ ഹാമിദ് ചോദിച്ചത് ഐന ബൈത്തു കി, നിൻ്റെ വീട് എവിടെയാണ്. നേരത്തെ ചോദിച്ചപ്പോൾ ഐന ബൈത്തു ക എന്നാണ് ഉണ്ടായിരുന്നത്. അതേപോലെ ഹാമിദ് മാ അബൂ കി എന്നാണ് സാലിമയോട് ചോദിക്കുന്നത്. സാലിമിനോടായപ്പോൾ മാ അബൂ ക എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും മാറ്റമാണ് അതിൽ വരുന്നത്. ഇതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് ഇത് കറക്റ്റ് ചെയ്ത്, തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് എഴുതും ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ പുതിയ ഒരു പാഠഭാഗമാണ്. ദർസുൻ ജദീദ് നദ്റുസു അൽയൗം നദ്റുസു ദർസൻ ജദീദ ഇസ്മുഹു യൗമുൻ സഈദുൻ. നമ്മൾ എടുക്കാൻ പോകുന്നത് റഖമു സഫ്ഹ 27, പേജ് നമ്പർ 27ലുള്ള പാഠഭാഗം. നഖറ വ നഫം. ആദ്യം പാഠഭാഗം ഒന്ന് വായിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. യൗമുൻ സഈദുൻ, സന്തോഷ സുദിനം. മസാ അദാലിക്കൽ യൗം, അന്നേ ദിവസം വൈകിട്ട്. അപ്പോൾ ഇതിൽ പറയാൻ പോകുന്നത് നബീലിനെ കുറിച്ചാണ്. നബീൽ ദാരിസും ഫിസ്സഫിൽ ഖാമിസ്, 5ാം ക്ലാസ്സിൽ നമ്മെ പോലെ തന്നെ നിങ്ങളെ പോലെ പഠിക്കുന്ന 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നബീൽ ദാരിസും ഫിസ്സഫിൽ ഖാമിസ്, 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവന് ഒരു ദിവസം വൈകിട്ട് വീട്ടിലേക്ക് സ്കൂൾ വിട്ട് മടങ്ങുന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മസാ അദാലിക്കൽ യൗം, അന്നേ ദിവസം വൈകുന്നേരം. റജഅ നബീലും മിനൽ മദ്രസ, റജഅ നബീലും മിനൽ മദ്രസ, സ്കൂളിൽ നിന്ന് നബീൽ റജഅ എന്ന് പറഞ്ഞാൽ മടങ്ങി. വഖാല ഫീ നഫ്സിഹി, എന്നിട്ട് അവൻ്റെ മനസ്സിൽ പറഞ്ഞു ഗദൻ. ഗദൻ എന്ന് പറഞ്ഞാൽ ടുമാറോ, നാളെ എന്നാണ് അർത്ഥം. അപ്പോൾ ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ, അൽ യൗം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നർത്ഥം, ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ. അപ്പോൾ ഈ ഗദൻ യൗമുൽ ഇസ്തിഖ്ലാൽ, യൗമുൽ ഇസ്തിഖ്ലാൽ ഇതൊരു പുതിയ പദമാണ്. ഈ പദങ്ങളുടെ അടിവരയിടുക പെൻസിൽ കൊണ്ട്. ഈ പദം നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പദമാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് യൗമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ ദിനമാണ് നാളെ. അഥവാ നാളെ ഓഗസ്റ്റ് 15 അഥവാ സ്വാതന്ത്ര്യ ദിനമാണ്. അഷ്തരി ബലൂണൻ മുലവ്വന, ബലൂണ് നിങ്ങൾക്കറിയാം, ബലൂണ് മുലവ്വനൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത നിറങ്ങളുള്ള വർണ്ണനിബിഡമായ ബലൂണുകൾ ഞാൻ വാങ്ങും. ഉസയ്യിനു ബിഹി അസ്വഫ്, ക്ലാസ് ഞാൻ അലങ്കരിക്കും. അർത്തദി അല ജൈബി അലമൽ ഹിന്ദ്, പുതിയൊരു പദമാണ് അലമൽ ഹിന്ദ്, ഇന്ത്യൻ പതാക. അലം എന്ന് പറഞ്ഞാൽ പതാകയാണ് കേട്ടോ. ജൈബ് എന്ന് പറഞ്ഞാൽ പോക്കറ്റിനാണ് പറയാം, കീശ. അപ്പോൾ ഞാൻ എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിന്മേൽ ഇന്ത്യൻ പതാക അണിയും. യൗമുൽ ഇസ്തിഖ്ലാലി യൗമുൻ സഈദുൻ, സ്വാതന്ത്ര്യദിനം സന്തോഷ ദിവസമാണ്. യൗമുൻ യഫ്റഹു ഫീഹി അഹ്ലുൽ ഹിന്ദി ഖാതിബ, യൗമുൻ സ്വാതന്ത്ര്യദിനത്തിൻ്റെ പ്രത്യേകത ആ ദിവസം എന്ന് പറഞ്ഞാൽ യഫ്റഹു എന്ന് പറഞ്ഞാൽ സന്തോഷിക്കും, ആ ദിവസം സന്തോഷിക്കുന്നു. അഹ്ലുൽ ഹിന്ദ് ഇന്ത്യക്കാർ, ഖാതിബ് എന്ന് പറഞ്ഞാൽ ജമീഅൻ എല്ലാവരും, ഇന്ത്യയിൽ മുഴുവൻ ആളുകളും ഒന്നടങ്കം അന്നേ ദിവസം സന്തോഷിക്കുന്നു. വഫിൽ ഗദി നാളെ, ദഹബ അതായത് നാളെ എന്ന് പറഞ്ഞാൽ ഇവിടെ പിറ്റേ ദിവസം, അതായത് ആ പിറ്റേ ദിവസം. ഇപ്പം നേരത്തെ പറഞ്ഞ അവനിങ്ങനെ ഓർത്തത് തലേ ദിവസമാണ്. ഇനി പിറ്റേ ദിവസത്തെ സംഭവമാണ് പറയുന്നത്. വഫിൽ ഗദ് പിറ്റേ ദിവസം. ദഹബ നബീലുൻ ഇലൽ മദ്രസത്തി മുബക്കിറ, നബീൽ സ്കൂളിലേക്ക് മുബക്കിറൻ എന്ന പദവും എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ അത് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. മുബക്കിറൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പോയി,
നബീൽ സ്കൂളിലേക്ക് നേരത്തെ പോയി. ഇൻദഹു ബലൂനുൻ ജമീലുൻ, അവൻ്റെ അടുത്ത് നല്ല ഭംഗിയുള്ള ബലൂണുകളുണ്ട്. ബലൂനൻ മുലവ്വനുൻ, വ്യത്യസ്ത നിറങ്ങളുള്ള ബലൂൺ. ഇർത്തദ ലിബാസം മദ്രസിയ, അവൻ അന്നേ ദിവസം ആ ദിവസം അണിഞ്ഞത് എന്താണ്? ലിബാസം മദ്രസിയ. ഇതും ഒരു പുതിയ പദമാണ്, അതും എഴുതി വെക്കുക, അണ്ടർലൈൻ ചെയ്യുക. ലിബാസം മദ്രസിയ എന്ന് പറഞ്ഞാൽ സ്കൂൾ യൂണിഫോമാണ് അവൻ അണിഞ്ഞത്. വ അല ജൈബിഹി, അവൻ്റെ പോക്കറ്റിന്മേലുണ്ട് അലമുൽ ഹിന്ദി അൽ വറഖിയുൻ. വറഖി എന്ന് പറഞ്ഞാൽ പേപ്പർ കൊണ്ടുള്ള ഒരു ഇന്ത്യൻ പതാക അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിന്മേലുണ്ട്. അൽ മദ്രസത്തു മുസയ്യനത്തുൻ, സ്കൂള് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ബിൽ ബലൂനാത്തി വൽ ഔറാഖിൽ മുലവ്വന, ബലൂണുകൾ കൊണ്ടും കളർ പേപ്പറുകൾ കൊണ്ടും സ്കൂള് അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്തഫ നബീലും മഅസ്തിഖാഇഹി, ഇസ്തഫ, ഈ പദം ഒന്ന് എഴുതി വെക്കുക. ഇസ്തഫ എന്ന് പറഞ്ഞാൽ വരി വരിയായിട്ട് നിൽക്കുന്ന, നമ്മൾ നമസ്കാരത്തിനൊക്കെ സൊഫ് നിൽക്കുക എന്ന് പറയുമല്ലോ. സൊഫ് എന്ന് പറഞ്ഞാൽ അണിയണിയായി വരി വരിയായി നിൽക്കുന്നതിനാണ് പറയാം. അപ്പം ഇസ്തഫ നബീലുൻ മഅസ്തിഖാഇഹി, തൻ്റെ അസ്തിഖാ, നമ്മൾ പഠിച്ച പദമാണ്, സ്വദീഖിൻ്റെ ജം ആണ്, ബഹുവചനാണ് അസ്തിഖാ, അതായത് ഫ്രണ്ട്സിൻ്റെ കൂടെ കൂട്ടുകാരോടൊപ്പം നബീലും വരി വരിയായി നിന്നു. എവിടെ നിന്നു? ഫി ത്വാബൂരി സ്വബാഹ്. ത്വാബൂർ സ്വബാഹ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് അസംബ്ലി. സ്വബാഹ് നിങ്ങൾക്കറിയാം രാവിലെ, ത്വാബൂർ എന്ന് പറഞ്ഞാൽ അസംബ്ലിക്കാണ് പറയുക. അപ്പോൾ പ്രഭാത അസംബ്ലിയിൽ, മോർണിംഗ് അസംബ്ലിയിൽ തൻ്റെ കൂട്ടുകാരോടൊപ്പം നബീലും അണിയണിയായി നിന്നു. റഫഅ നാദിറുൽ മദ്രസ, നാദിറുൽ മദ്രസ, ഈ പദവും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മദ്രസാണ്. ഹെഡ് മാസ്റ്റർ എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം, നാദിറുൽ മദ്രസ. അപ്പോൾ ഹെഡ് മാസ്റ്റർ ഉയർത്തി അലമൽ ഹിന്ദ്, ഇന്ത്യൻ പതാക, അൽ മുസല്ലസ് അൽ അൽവാൻ, കം ലൗനൻ ഫി അലമിൽ ഹിന്ദ്, ഇന്ത്യൻ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്? മുസല്ലസ്, സലാസി എന്നുണ്ടായതാണ് പദം. അപ്പോൾ 3 നിറങ്ങൾ. അപ്പോൾ ത്രിവർണ്ണ പതാക, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഹെഡ് മാസ്റ്റർ ഉയർത്തി. നാദിറുൽ മദ്രസ എന്ന് പറഞ്ഞാൽ ഹെഡ് മാസ്റ്റർ. അൽ മുസല്ലസ് അൽ അൽവാൻ എന്ന് പറഞ്ഞാൽ ത്രിവർണ്ണ പതാക കേട്ടോ. വഖാമു ബി തഹിയ്യത്തിൽ അലം, പതാകയ്ക്ക് അവരെല്ലാവരും പതാകയ്ക്ക് അഭിവാദ്യം അറിയിച്ചു. തഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അഭിവാദ്യം. പതാകയെ അഭിവാദ്യം ചെയ്താണ് എന്താ ചെയ്യല്? സല്യൂട്ട് അടിച്ച് പാട്ട് പാടും. അൻഷദും, എന്നിട്ട് അവർ പാട്ട് പാടി. എന്താണ് പതാക ഉയർത്തുമ്പോഴുള്ള പാട്ട്? ആ ജണ്ടാ ഊഞ്ചാരെ ഹേ ഹമാര വിജയ് വിശ്വതിരംഗ പ്യാര, ആ പാട്ട് അതിൻ്റെ കൂടെ അവർ പാടി. വബഅദ ദാലിക, അതിനുശേഷം അൻഷദത്തുല്ലാബു നഷീദത്തൻ, അതിനുശേഷം കുട്ടികളൊക്കെ ഒരു പാട്ട് പാടുകയാണ്. ഹുബ്ബുൽ വത്തനി ദീനുന ഹുബ്ബുൽ വത്തനി ഷിയമുന ഹുബ്ബുൽ വത്തനി ഹുബ്ബുൽ വത്തനി ഹുബ്ബുൽ വത്തനി ഫഖ്റുന ഖിദമുൽ വത്തനി ഇൻദന ഖൈറു കുല്ലി കസ്ബിന നുഹ്ദി കുല്ല ജുഹ്ദിന നഫ്ദി കുല്ല കബ്ദിന ഹുബ്ബുൽ വത്തനി ദീനുന ഹുബ്ബുൽ വത്തനി ഷിയമുന ഹുബ്ബുൽ വത്തനി ഹുബ്ബുൽ വത്തനി ഹുബ്ബുൽ വത്തനി ഫഖ്റുന ഹിഫ്ലുൽ വത്തനി ഹദഫുന മിസ്ലു ഹിഫ്ലി ദീനിന നൂറുൽ വത്തനി വഅദുന ഹുർറുൽ വത്തനി ഇസ്സുന. അപ്പോൾ ഇത് ദേശസ്നേഹത്തെക്കുറിച്ച്, ദേശസ്നേഹമാണ് ഞങ്ങളുടെ ആദർശം, ഞങ്ങളുടെ ദേശത്തോടുള്ള സ്നേഹം ഞങ്ങളുടെ അടയാളമാണ്, ദേശസ്നേഹം ആണ് ഞങ്ങളുടെ അഭിമാനം. ദേശത്തെ സേവിക്കുക എന്നത് ഞങ്ങളുടെ എല്ലാ സമ്പാദ്യത്തെക്കാളും നന്മയായി ഞങ്ങൾ കാണുന്നതാണ്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ തരത്തിലുള്ള പരിശ്രമവും നടത്തും. ഞങ്ങളുടെ നഫ്ദി കുല്ല കബദിന, ഞങ്ങളുടെ ജീവൻ വരെ ഞങ്ങളതിന് പണയപ്പെടുത്തും. ദേശസ്നേഹം ഞങ്ങളുടെ ആദർശമാണ്, ഞങ്ങളുടെ അടയാളമാണ്. ദേശസ്നേഹം ഞങ്ങളുടെ അഭിമാനമാണ്. ദേശത്തെ സംരക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ മതത്തെ സംരക്ഷിക്കുന്നത് പോലെ. അതേപോലെ തന്നെ ദേശത്തിൻ്റെ വെളിച്ചം, അത് ഞങ്ങളുടെ വാഗ്ദാനമാണ്. അതേപോലെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ അഭിമാനമാണ്. ഇത്രയാണ് ഇതിൻ്റെ ആശയം. അപ്പോൾ ഇതൊരു ദേശസ്നേഹം പഠിപ്പിക്കുന്ന ഒരു പാട്ട് കൂടിയാണ്. ആ പാട്ടും കൂടെ അവർ പാടി കുട്ടികളെല്ലാം. ഇൻസറഫ അത്വാബൂറു ബഅദ നശീദത്തിൽ വതനിയ. ഇനി മോർണിംഗ് അസംബ്ലി അവസാനിക്കൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. സ്കൂളിലൊക്കെ പോയ കുട്ടികളാണ് നിങ്ങൾ. ദേശീയ ഗാനത്തോടെ, നഷീദത്തുൽ വതനിയ എന്ന ദേശീയ ഗാനത്തോടെ ജനഗണമന പാടിക്കൊണ്ട് അസംബ്ലി പിരിയുകയും ചെയ്തു. വസ്സഅൽ മുദർരിസൂന വൽ മുദർരിസാത്ത്, മുദർരിസൂന വൽ മുദർരിസാത്ത്, മുദർരിസൂ എന്ന് പറഞ്ഞാൽ അധ്യാപകരും മുദർരിസാത്ത് അധ്യാപികമാരും, വസ്സഅ എന്ന് വിതരണം ചെയ്തു. എന്ത്? അൽ ഹൽവയാത്ത്, മധുരപലഹാരങ്ങൾ,
ബൈനദ്ദാരിസീൻ വിദ്യാർത്ഥികൾക്കിടയിൽ അധ്യാപികമാരൊക്കെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. മാ അസ്അദ യൗമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യദിനം എന്ത് സന്തോഷകരമാണ്. ഇത്രയാണ് ഇതിൽ ഈ പാഠഭാഗത്തിലുള്ളത്. ഈ പാട്ടൊന്ന് പാടി നോക്കുക. ഈ പാട്ടിൻ്റെ MP3 ഇൻഷാ അല്ലാഹ് ഞാൻ അയച്ചു തരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട 2 വർക്കുകൾ അതിൻ്റെ താഴെയുണ്ട്. അതിലൊരു വർക്ക് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പോൾ അത് നുഇദ്ദു കശ്ഫൻ ലിസുഅമാ ഇൽ ഹർക്കത്തിൽ വത്തനിയ മിൻ കേരള, കേരളത്തിലെ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ് നിങ്ങൾക്കറിയുന്ന ആളുകളുടെ ഇവിടെ ഒരു 2 ആളെ പേരെങ്കിലും നിങ്ങൾ അറബിയിൽ ഇവിടെ എഴുതി ഒന്ന് അയച്ചു തരിക. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ഉള്ള 2 നേതാക്കന്മാരുടെ വിവരമാണ് വേണ്ടത്. അത് 2 കൂടെ എഴുതിയതിന് ശേഷം നിങ്ങൾ ഈ ഭാഗം ഒന്ന് അയച്ചു തരും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.